എല്ലാവരും പറയുന്ന കാര്യമാണല്ലോ. ഉസ്താദേ, മക്കൾ നന്നാവാനൊന്ന് ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നല്ലവരാകണോ? നമ്മളും ചില കാര്യങ്ങൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ. ജീവിതത്തില് നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് മക്കള് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ പ്രതീക്ഷയാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. ആ മക്കൾ നന്മയിലൂടെ കടന്നു പോകുന്നതാ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ മക്കളുടെ നന്മ ആഗ്രഹിക്കാത്തവരില്ലല്ലോ. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, നല്ല അനുസരണയുള്ള മക്കളാകാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു 3 കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഒരിക്കലും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു ബാപ്പ ഒരു കുട്ടിയെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരികയാണ്. അവിടുന്ന് വല്ലാതെ ദേഷ്യപ്പെട്ടുകൊണ്ട് അടിച്ചുകൊണ്ട് കൊണ്ടുവരികയാണല്ലോ. ഉമർ തങ്ങളോട് പറയുന്നു, തങ്ങളെ, ഇവൻ ഒരുപാട് വല്ലാതെ കുരുത്തക്കേട് കാണിക്കുന്നവനാണ്, ഇവൻ വല്ലാതെ വികൃതി കാണിക്കുന്നവനാണ്. ഇവനെ ഒന്ന് ഉപദേശിക്കുമോ തങ്ങളെ? ഇവനിക്കൊന്ന് നന്മ പറഞ്ഞു കൊടുക്കുമോ? ഇവനിക്കൊന്ന് ദുആ ചെയ്യുമോ? ഇത് പറഞ്ഞുകൊണ്ട് കടന്നു വന്ന പ്രിയപ്പെട്ട പൊന്നുബാപ്പ, റബ്ബേ, ഈ പ്രിയപ്പെട്ട പൊന്നുമോനിങ്ങനെ നിൽക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. നിന്റെ ബാപ്പയെ നീ സ്നേഹിക്കണേ, നിന്റെ ഉമ്മാനെ നീ ബഹുമാനിക്കണേ. എല്ലാ ബാപ്പയോടും ഉമ്മയോടുമുള്ള ഒരുപാട് കടമകൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. ഒരുപാട് നന്മകൾ പറഞ്ഞു കൊടുത്തു. നല്ല രീതിയിൽ നടക്കാനുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അവസാനം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടെ നിന്ന് വല്ലാതെ ഉപദേശിച്ചപ്പോ ഈ കുട്ടി തിരിച്ചിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, തങ്ങളെ, ഒരുപാട് കടമകൾ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു തന്നല്ലോ. എന്നാ ഇനി എൻ്റെ പ്രിയപ്പെട്ട ബാപ്പയ്ക്ക് എന്നോടുള്ള കടമകളൊന്ന് പറഞ്ഞു തരുമോ? ഞാൻ ഇതുവരെ എൻ്റെ ബാപ്പയോടും ഉമ്മയോടും ചെയ്യേണ്ട കാര്യങ്ങൾ എന്നോട് പറഞ്ഞല്ലോ. ഇനി എൻ്റെ ബാപ്പയ്ക്കും ഉമ്മയ്ക്കും എന്നോടുള്ള കടമകളൊന്ന് പറയുവോ തങ്ങളെ? അല്ലാഹുവേ, ഇതങ്ങ് പറയേണ്ട താമസമുണ്ടല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, നിന്റെ പ്രിയപ്പെട്ട ബാപ്പയുണ്ടല്ലോ, നല്ല ഭാര്യയെ വിവാഹം ചെയ്യണേ. ഒന്നാമതായിട്ട് പഠിപ്പിച്ച കാര്യം അതാണ്. ഒരു ബാപ്പ ഒരുത്തൻ വിവാഹം ചെയ്യുമ്പോ തോന്നിയവരെ പോയിട്ട് വിവാഹം ചെയ്യാൻ പാടില്ല. നല്ല പെണ്ണിനെ പോയിട്ട്, ദീനുള്ള പെണ്ണിനെ പോയിട്ട്, സ്വതന്ത്രയായ നല്ല പെണ്ണിനെ പോയിട്ട് വിവാഹം അവിടെ നിന്ന് കഴിക്കണേ. രണ്ടാമത്തെ, നല്ല പേരിടാൻ വേണ്ടി മനസ്സ് കാണിക്കണേ. കിട്ടുന്ന എന്തെങ്കിലും പേരിട്ടത് കൊണ്ട് കാര്യമില്ലല്ലോ, നല്ല പേരിടാൻ അവിടെ നിന്ന് ശ്രമിക്കണേ. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീന് പഠിപ്പിക്കണേ, ഖുർആന് പഠിപ്പിക്കണേ. ഈ 3 കാര്യവും ഒരു കുട്ടിയിൽ ഓരോ രക്ഷിതാക്കളും ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ. ഇതെന്ന് പറയുമ്പോ പൊന്നുമോൻ അവിടെ നിന്ന് പറയുന്നു, തങ്ങളെ, ഈ 3 കാര്യവും എൻ്റെ ബാപ്പ എനിക്ക് പൂർത്തീകരിച്ചിട്ടില്ല. ഒരു നല്ല ഭാര്യ എന്ന് പറഞ്ഞ എൻ്റെ ഉമ്മര് മജൂസിയായ തീനെ ആരാധിക്കുന്ന അടിമയാണല്ലോ. അങ്ങനത്തെ ഒരു പെണ്ണിനെയാണ് എൻ്റെ വാപ്പ വിവാഹം ചെയ്തിട്ടുള്ളത്. കമ്പോളത്തിൽ പോയിട്ട് ഒരു അടിമ പെണ്ണിനെ വാങ്ങിയിട്ട് അള്ളാഹ് അവിടുത്തെ ദീന് നോക്കാതെ, ഈമാന് നോക്കാതെ, അറിവ് നോക്കാതെ എൻ്റെ ഉമ്മാൻ അവിടെ നിന്ന് വിവാഹം ചെയ്ത് കൊണ്ടുവന്നതാ. എൻ്റെ ഉമ്മ തീനെ ആരാധിക്കുന്നവളാണ്. പിന്നെയോ രണ്ടാമത് പറഞ്ഞത് നല്ല പേരാണല്ലോ, നല്ല പേരിനെ കുറിച്ചാണല്ലോ. എനിക്ക് എൻ്റെ ബാപ്പ ഇട്ടിരിക്കുന്ന പേര് ജ്വാലെന്നാണ്, ജ്വാലെന്നാണ് തങ്ങളെ. എൻ്റെ പ്രിയപ്പെട്ട ബാപ്പ എനിക്കിട്ട പേരിന്റെ അർത്ഥം എന്താ? കരിംവണ്ടെന്നാണ്, വണ്ടെന്നാണ്. മക്കൾക്ക് പേരിടുമ്പോ ഇന്ന് ഗൂഗിളിലൂടെ സെർച്ച് ചെയ്തിട്ട് റബ്ബേ ബാപ്പയുടെയും ഉമ്മയുടെയും പേരിനൊത്ത ഒരു പേര് കണ്ടെത്തുന്ന ഒരു കാലഘട്ടമാ. അത് ആരുടെ പേരെന്ന് പ്രശ്നമല്ല, അതിന്റെ അർത്ഥം
മാത്രം പ്രശ്നമല്ല, അതിന്റെ ഒരു കാര്യവും നമ്മൾ നോക്കുന്നില്ലല്ലോ. അതുകൊണ്ട് നല്ല പേരിടണേ. നല്ല അർത്ഥമുള്ള മഹാന്മാരൊക്കെ നമുക്ക് അവർക്ക് ഇട്ടിരുന്ന പേരുകളുണ്ടല്ലോ, അങ്ങനത്തെ പ്രവാചകന്മാരുടെ പേരുകള്, അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിലെ നാമങ്ങള്, അതേപോലെ തന്നെ മഹത്തുക്കളുടെ സ്വഹാബത്തിന്റെ ഒക്കെ പേരുകള്, ബദരീങ്ങളുടെ പേരുകള്, ഇതൊക്കെ ഇട്ടാൽ ആ കുട്ടിയിൽ വലിയ റഹ്മത്തുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് വളരെയധികം മഹത്വം കൊടുത്തിട്ടുണ്ടല്ലോ. അല്ലാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലല്ലേ, അല്ലാഹ് ആദരിച്ചതിനെ ആദരിക്കലല്ലേ, അല്ലാഹ് സ്നേഹിച്ചതിനെ സ്നേഹിക്കലല്ലേ. മൂന്നാമത്തെ കാര്യം പരിശുദ്ധമായ ദീന് പഠിപ്പിക്കല. എന്റെ ബാപ്പ ഇന്നേ വരെ എന്നെ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല, എന്നെ ഖുർആൻ ദീന് പഠിക്കാൻ വിട്ടിട്ടില്ലല്ലോ, അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടില്ല. അല്ലാഹ് പടച്ചുറബേ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ മുമ്പിലേക്ക് പരാതിയുമായി കടന്നു വന്ന പ്രിയപ്പെട്ട ബാപ്പയോട് അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാ, ഏ മനുഷ്യ, ഇവിടെ കുട്ടിയല്ല ഏറ്റവും തെറ്റുകാരന്, നിങ്ങളാണെന്ന് പറയുകയാണ്, നിങ്ങളാണെന്ന് പറയുകയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കളാ. അങ്ങനെ ശ്രദ്ധിച്ച ഏറ്റവും നല്ല പവറുള്ള അന്തസ്സുള്ള കുട്ടികളായി നമ്മുടെ കുട്ടികൾ മാറുകയാണ്. അള്ളാഹിനെ കുറിച്ചിട്ട് പേടിയുള്ള നല്ല ഭാര്യയെ പോയിട്ട് വിവാഹം കഴിക്കണേ, കുട്ടികൾക്ക് നല്ല പേരിടണേ, അള്ളാഹിന്റെ ദീനൊന്ന് മുറുകെ പിടിക്കാൻ നമ്മുടെ മക്കളോട് നമ്മളൊന്ന് പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് നമ്മെ പഠിപ്പിക്കുക. നമ്മുടെയൊക്കെ പരാതിയാണ് കുട്ടികൾ നന്നാവുന്നില്ല, കുട്ടികൾ കുസൃതി കാണിക്കാൻ, അവർ പറഞ്ഞത് അനുസരിക്കുന്നില്ല എന്നൊക്കെ. യഥാർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഒരു പക്വതയോടെയുള്ള തീരുമാനം എടുത്തിട്ട് അവരെ ദീനിന്റെ വഴി നടത്താൻ ആദ്യം നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ.